എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. വൈകുന്നേരത്തെ ചായക്കൊപ്പം കഴിക്കാനായി കുറഞ്ഞ സമയം കൊണ്ട് സിമ്പിളായിട്ട് തയ്യാറാക്കാവുന്ന നാടൻ ഉള്ളിവടയാണ് ഇന്ന് തയ്യാറാക്കുന്നത്. ഉള്ളിവട തയ്യാറാക്കാനായി പ്രധാനമായും വേണ്ടത് സവാളയാണ്. മീഡിയം സൈസിലുള്ള 3 സവാളയാണ് എടുത്തിട്ടുള്ളത്. ഈ സവാള നമുക്ക് കനം കുറച്ച് നീളത്തിൽ ഇതുപോലെ നരിഞ്ഞെടുക്കണം. ഇതിൻ്റെ കൂടെ 1 ടീസ്പൂൺ ഉപ്പ് കൂടി ചേർത്ത ശേഷം സവാളയുടെ ഓരോ ചെറിയ കഷ്ണങ്ങളും ഒന്ന് സെപ്പറേറ്റ് ചെയ്തെടുത്തിട്ട് കൈ ഉപയോഗിച്ച് നന്നായിട്ടൊന്ന് അമർത്തി തിരുമ്മി സവാളയൊന്ന് സോഫ്റ്റാക്കി എടുക്കണം. ഇതുപോലെ നന്നായിട്ടൊന്ന് അമർത്തി തിരുമ്മി സവാളയൊന്ന് സോഫ്റ്റായി കിട്ടിക്കഴിഞ്ഞാൽ ഇനി നമുക്കിത് 10 മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാനായി വെക്കാം. ഇപ്പോൾ ഏകദേശം ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്കിയുള്ള ചേരുവകൾ കൂടി ഇതിലേക്കൊന്ന് ചേർത്ത് യോജിപ്പിച്ചെടുക്കാം. ആദ്യം തന്നെ 2 പച്ചമുളക് ചെറുതായി അരിഞ്ഞത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. കൂടുതൽ എരിവ് വേണ്ടവർക്ക് 1-2 പച്ചമുളക് അധികമായി ചേർക്കാവുന്നതാണ്. കൂടെ തന്നെ കുറച്ച് കറിവേപ്പില ചെറുതായി അരിഞ്ഞതും 1 കഷ്ണം ഇഞ്ചി ചെറുതായി അരിഞ്ഞതും ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് നല്ലൊരു കളറിനും എരിവിനുമായിട്ട് 1 ടീസ്പൂൺ എരിവുള്ള മുളക് പൊടി ചേർത്ത് കൊടുക്കാം. പച്ചമുളക് അധികം ചേർത്തിട്ടുണ്ടെങ്കിൽ കാശ്മീരി മുളക് പൊടി ഉപയോഗിച്ചാലും മതിയാവും. കൂടെ തന്നെ 2 ടേബിൾ സ്പൂൺ നിറച്ച് കടലമാവും, ഒപ്പം തന്നെ 4 ടേബിൾ സ്പൂൺ നിറച്ച് മൈദയും ചേർത്ത് കൊടുക്കാം. കടലമാവിൻ്റെ ടേസ്റ്റ് ഇഷ്ടമില്ലാത്തവർക്ക് കടലമാവ് ഒഴിവാക്കിയിട്ട് ആ അളവിലും കൂടി മൈദ ചേർക്കാവുന്നതാണ്. അങ്ങനെ 6 ടേബിൾ സ്പൂൺ നിറച്ച് മൈദ മാത്രം ചേർത്തും നമുക്ക് ഈ സ്നാക്ക് തയ്യാറാക്കിയെടുക്കാം. ഇനി നമുക്കിതെല്ലാം കൂടി വെള്ളം ചേർക്കാതെ കൈ ഉപയോഗിച്ച് തന്നെ നന്നായിട്ടൊന്ന് കുഴച്ച് യോജിപ്പിച്ചെടുക്കാം. ഉള്ളിവടയിൽ സവാളയാണ് മുന്നിട്ട് നിൽക്കേണ്ടത്. സവാളയൊന്ന് യോജിച്ച് ചേർന്ന് നിൽക്കാൻ വേണ്ടി മാത്രം പൊടികൾ ചേർത്താൽ മതി. അതുകൊണ്ട് കൂടുതൽ അളവിൽ തയ്യാറാക്കുന്നുണ്ടെങ്കിൽ പൊടികൾ കൂടിപ്പോകാതിരിക്കാനായി പൊടികൾ കുറച്ചായി ഒന്ന് ചേർത്ത് യോജിപ്പിച്ചെടുത്താലും മതി. എല്ലാം ഒന്ന് കുഴച്ച് റെഡിയായി കഴിഞ്ഞാൽ ഇനി നമുക്കിത് ഫ്രൈ ചെയ്യാൻ പാകത്തിനുള്ള ഷേപ്പാക്കി എടുക്കാം. മാവ് കയ്യിൽ ഒട്ടിപ്പിടിക്കാതിരിക്കാനായി പച്ചവെള്ളത്തിൽ കൈ ഒന്ന് മുക്കിയതിന് ശേഷം കുറച്ചെടുത്ത് ഉരുളയാക്കി കയ്യിൽ വെച്ച് അമർത്തി ഇതുപോലെ ഒരു ഷേപ്പാക്കി എടുക്കാം. ഇതുപോലെ കട്ടി കുറഞ്ഞൊരു ഷേപ്പാക്കി എടുത്താൽ അധികം ഓയിൽ ഉപയോഗിക്കാതെ തന്നെ ഉള്ളെല്ലാം പാകത്തിനൊന്ന് വന്ന് പെട്ടെന്ന് തന്നെ ഒന്ന് ഫ്രൈ ആയി കിട്ടിക്കോളും. ഇതുപോലെ തന്നെ നമുക്ക് ബാക്കി കൂടി ഒന്ന് ഷേപ്പ് ചെയ്തെടുക്കാം. നമ്മൾ വീട്ടിൽ തയ്യാറാക്കുമ്പോൾ ഇതുപോലെ ഷേപ്പ് ചെയ്ത് മാറ്റി വെക്കണമെന്നില്ല. ഷേപ്പ് ചെയ്ത ഉടൻ തന്നെ നല്ല തിളച്ച ഓയിലിലേക്ക് ഇട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. അങ്ങനെ നമ്മുടെ മിക്സ് എല്ലാം ഫ്രൈ ചെയ്യാൻ പാകത്തിനുള്ള ഷേപ്പാക്കി റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഫ്രൈ ചെയ്യാനായിട്ട് സ്റ്റവിലേക്ക് ചൂടുകട്ടിയുള്ള ഒരു പാത്രം വെച്ചിട്ട് ഡീപ് ഫ്രൈ ചെയ്തെടുക്കാൻ ആവശ്യമായ വെളിച്ചെണ്ണ ഒഴിച്ചൊന്ന് ചൂടാക്കിയെടുക്കാം. നല്ലൊരു നാടൻ ടേസ്റ്റിന് വെളിച്ചെണ്ണ തന്നെ ഉപയോഗിക്കുന്നതായിരിക്കും നല്ലത്. വെളിച്ചെണ്ണ നന്നായിട്ടൊന്ന് ചൂടായി കിട്ടിക്കഴിഞ്ഞാൽ ഫ്ലെയിം ഒന്ന് മീഡിയത്തിലാക്കി വെച്ചിട്ട് നമ്മൾ ഷേപ്പ് ചെയ്ത് റെഡിയാക്കി വെച്ചിരിക്കുന്ന ഉള്ളിവടയെല്ലാം കുറച്ചൊന്ന് അകത്തി ഇതുപോലെ നിരത്തിയിട്ട് കൊടുക്കാം. നമ്മളിതിൽ ചേർത്തിരിക്കുന്ന ചേരുവകളൊന്നും തന്നെ ആദ്യമേ വേവിച്ച് ചേർക്കാത്തത് കൊണ്ട് ഫ്ലെയിം കൂട്ടി വെച്ച് ഫ്രൈ ചെയ്താൽ ഉള്ളു വേവാതെ പുറം മാത്രം കൂടുതലായി വെന്ത് കരിഞ്ഞു പോവാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് നമുക്കിതൊരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് 2 സൈഡും ഒരു ഗോൾഡൻ ബ്രൗൺ നിറമാവുന്നവരെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഒരു സൈഡ് നല്ലൊരു ഗോൾഡൻ ബ്രൗൺ നിറമായി കിട്ടിക്കഴിഞ്ഞാൽ നമുക്കിതെല്ലാം ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം. എല്ലാം ഇതുപോലെ ഒന്ന് മറിച്ചിട്ട് കൊടുത്തതിന് ശേഷം ഇതേ ഫ്ലെയിമിൽ തന്നെ അടുത്ത സൈഡ് കൂടി നന്നായിട്ടൊന്ന് ഗോൾഡൻ ബ്രൗൺ നിറമാവുന്നവരെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇവിടെ ഇപ്പോൾ നമ്മുടെ ഉള്ളിവടയെല്ലാം 2 സൈഡും നന്നായിട്ടൊന്ന് ഫ്രൈ ആയി ഗോൾഡൻ ബ്രൗൺ നിറമായി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിത് ഓയിലിൽ നിന്നും കോരിയെടുക്കാം. അപ്പോൾ നമ്മുടെ നാടൻ ഉള്ളിവട ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഉള്ളിവട ചൂടോടുകൂടി തന്നെ കഴിക്കുന്നതായിരിക്കും നല്ലത്. റെസിപ്പി ഇഷ്ടമായെങ്കിൽ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. മറ്റൊരു റെസിപ്പിയുമായിട്ട് ഉടനെ കാണാം. താങ്ക് യു.